ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മേക്ക് വിത്ത് റിച്ചു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഡബിൾ ഫ്ലിപ്പ് കാർഡാണ്. ഇങ്ങനെ പുള്ളിങ്ങുമ്പം ഫോട്ടോസ് ഇങ്ങനെ ഫ്ലിപ്പായി മാറുന്ന കാർഡാണ്. 4 ഫോട്ടോസ് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് സ്ക്രാപ്പ് ബുക്കിനും കാർഡായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ഞാനിവിടെ ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ് 10 സെൻറ്റിമീറ്റർ ലെങ്ത്തും 15 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള പേപ്പറാണ്. ഞാനിവിടെ ഒരു പാറ്റേൺ പേപ്പറാണ് കേട്ടോ എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിൽ അതുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ചാർട്ട് പേപ്പറോ കാർഡ് സ്റ്റോക്ക് പേപ്പറോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മെഷർമെൻറ്റ്സ് ഒന്ന് മെഷർ ചെയ്ത് വരയ്ക്കാനുണ്ട്. അതിനൊരു സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് ഈ പേപ്പറിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്നും ബോട്ടം പോർഷനിൽ നിന്നും 1 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് ഒരു സ്കെയിൽ യൂസ് ചെയ്ത് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പം നമുക്ക് മെഷർ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ടോപ്പ് പോർഷനിൽ നിന്നും ബോട്ടം പോർഷനിൽ നിന്നും നമ്മൾ 1 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇത് നമ്മൾ 4 സൈഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തത് ഈ 2 പോയിൻറ്റിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും മെഷർ ചെയ്ത് വരയ്ക്കണം. ഈ പോയിൻറ്റിൽ നിന്ന് ഒരു സ്കെയിൽ യൂസ് ചെയ്ത് നമുക്ക് മെഷർ ചെയ്ത് വരയ്ക്കാം. പോയിൻ്റ് ശ്രദ്ധിക്കണം, ഈ പേപ്പറിൻ്റെ എൻഡിൽ നിന്നല്ല, നമ്മൾ 1 സെൻറ്റിമീറ്റർ വരച്ച ആ പോയിൻറ്റില്ലേ അവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് ഒരു ലൈൻ വരച്ചെടുക്കാം. അപ്പോൾ എന്താ ഇങ്ങനൊരു സ്ക്വയർ ഫോം ചെയ്യും. ഇതിൻ്റെ നടുക്കുള്ള ഈ പോർഷനിൽ ഇത് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഈ സ്ക്വയർ പോർഷൻസ് നമുക്ക് ആവശ്യമില്ല. അപ്പം നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം ഞാനൊരു കട്ടർ യൂസ് ചെയ്താണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതുപോലത്തെ ഒരു കട്ടറാണ് യൂസ് ചെയ്യുന്നത്. സിസേഴ്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ഇത് കണക്കത്തെ കട്ടർ വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും സിമ്പിൾ. നടുക്കത്തെ 2 സ്ക്വയർസ് കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ നമ്മുടെ പേപ്പർ ഈ ഒരു ഫോമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ഫ്ലിപ്പ് കാർഡിൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പം ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പോർഷൻ നമുക്ക് മാറ്റി വെക്കാം. സെക്കൻഡ് പോർഷന് ഇത് കണക്കത്തെ 2 പേപ്പർ എടുത്തിട്ടുണ്ട്. എൻ്റെ മെഷർമെൻറ്റ് 10 സെൻറ്റിമീറ്റർ ലെങ്ത്തും 7 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് എടുത്തേക്കുന്നത്. ഒരു പേപ്പർ നമുക്ക് മാറ്റി വെക്കാം. അടുത്ത പേപ്പർ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടോപ്പ് പോർഷനിൽ നിന്നും ബോട്ടം പോർഷനിൽ നിന്നും 1 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കണം. അപ്പം നമുക്കതങ്ങനെ വരച്ചെടുക്കാം. ടോപ്പ് പോർഷനിൽ നിന്നും ബോട്ടം പോർഷനിൽ നിന്നും 1 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് നമ്മൾ വരച്ചിട്ടുണ്ട്. നേരത്തെ ഫസ്റ്റ് പാർട്ട് ചെയ്തപ്പം നമ്മൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും 1 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് ലൈൻ വരച്ചിട്ടുണ്ട്. പക്ഷേ ഈ പോർഷൻ ചെയ്യുമ്പം റൈറ്റ് പാർട്ടിൽ നിന്ന് മാത്രം നമ്മൾ 1 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം.
ഇതാ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ 1 സെൻറ്റിമീറ്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള പോർഷനില്ലേ, ആ ലൈൻ നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ 6 സെൻറ്റിമീറ്റർ കാണും. അപ്പോൾ അത് നമുക്ക് ഹാഫായിട്ടൊന്ന് പോയിൻ്റ് ചെയ്യണം. അതായത് ലെഫ്റ്റിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അവിടെ ലൈനൊന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് ലെഫ്റ്റിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് താഴെയും ബോട്ടമുള്ള ലൈനിലും പോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതങ്ങനെ പോയിൻ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്തിട്ടില്ല. ഈ റെക്റ്റാങ്കിൾ നമുക്ക് ആവശ്യമില്ല. ഈ പോർഷൻ നമുക്കൊരു കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തില്ലേ, ആ 3 സെൻറ്റിമീറ്ററിൻ്റെ പോയിൻ്റ് വരെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. റൈറ്റ് സൈഡിൽ നിന്ന് കട്ട് ചെയ്യല്ല, ലെഫ്റ്റ് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. 3 സെൻറ്റിമീറ്ററിൻ്റെ പോയിൻ്റ് വരെ മാത്രം ടോപ്പ് പോർഷനിലും ബോട്ടം പോർഷനിലും നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം എന്താ ടോപ്പിലും ബോട്ടം പോർഷനിലും നമ്മൾ 3 സെൻറ്റിമീറ്റർ വരെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്ത പോർഷൻ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഈ കാണുന്ന കണക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒരു പേപ്പർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പം ആ പേപ്പർ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്ത ഈ സെക്കൻഡ് പാർട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു ഫ്രെയിമില്ലേ, ഈ ഫ്രെയിമിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അത്രേ ഉള്ളൂ. ഈ ഫ്രെയിമിൽ ഞാൻ പാറ്റേൺ പേപ്പർ എടുത്തുകൊണ്ട് ഞാൻ ബാക്ക് സൈഡിലാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ പ്ലെയിൻ പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ ഏത് സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഡിസൈൻ പേപ്പേഴ്സൊക്കെ എടുക്കുന്നതെങ്കിൽ എൻ്റെ ബാക്ക് സൈഡിൽ വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഈ ഫോട്ടോ വെക്കുന്ന ഈ ഫ്രെയിമില്ലേ നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്ത്, അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ 3 സെൻറ്റിമീറ്റർ നമ്മൾ ഫോൾഡ് ചെയ്തില്ലേ, ആ പോർഷൻ വേണം വെക്കാൻ. ഞാൻ സ്റ്റിക്ക് ചെയ്ത പോർഷൻ എന്തെങ്കിലും കട്ടായിപ്പോയി, സോറി. ഇത് കണക്ക് തന്നെ ഫ്രെയിമിൽ വെച്ചിട്ട് ആ 3 സെൻറ്റിമീറ്റർ ഉള്ള പോർഷൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റിക്ക് ചെയ്യണം. ആ പോർഷൻ മാത്രം ഈ ഫ്രെയിമിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ആ 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തില്ലേ റൈറ്റ് സൈഡിൽ, അത് ഈ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണ്ട. 3 സെൻറ്റിമീറ്റർ മാത്രം താഴെ മുകളിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇത് കണക്ക് റൊട്ടേറ്റ് ചെയ്യും. 3 സെൻറ്റിമീറ്റർ മാത്രമേ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളത് ശ്രദ്ധിക്കണം. 1 സെൻറ്റിമീറ്റർ ഉള്ള പോർഷൻ സ്റ്റിക്ക് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുക്കണം. 16 സെൻറ്റിമീറ്റർ വിഡ്ത്തും 11 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉള്ള പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിലേക്കാണ് നമ്മൾ ഈ പോർഷൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 1 സെൻറ്റിമീറ്റർ ഉള്ള പോർഷൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പം കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതെടുത്ത് ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം. പിന്നെ ഞാൻ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്ക് യൂസ് ചെയ്തായിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തേക്കുന്ന അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫെവിക്കോൾ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഈ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ഇത് മടക്കി ഇങ്ങനെ പിടിക്കണം. കണ്ടില്ലേ, 1 സെൻറ്റിമീറ്റർ ഉള്ള പോർഷൻ മടക്കി പിടിച്ചിട്ട് നമ്മുടെ ആ ബേസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഫസ്റ്റ് പോർഷൻ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സ്റ്റിക്ക് ചെയ്യണം. അങ്ങനെ ചുളുങ്ങിപ്പോയാൽ നമുക്കതൊന്നും ഫ്ലിപ്പാകില്ല അതുകൊണ്ട് സൂക്ഷിച്ച് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് പോർഷൻ സ്റ്റിക്ക് ചെയ്ത് സെക്കൻഡ് പോർഷൻ സ്റ്റിക്ക് ചെയ്യുമ്പോഴും ആ 1 സെൻറ്റിമീറ്റർ ഉള്ള പോർഷൻ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തില്ലേ, അത് നമുക്ക് മടക്കി പിടിച്ച് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മുടെ ഡബിൾ ഫ്ലിപ്പ് കാർഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബേസ് പോർഷനിൽ ഇതാ പിടിച്ചിട്ട് ഈ ഫ്രെയിമിലൊന്ന് വലിച്ചാൽ മതി. നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ ഫ്ലിപ്പായി മാറും. സിമ്പിളാണ് ചെയ്തെടുക്കാൻ. ഇവിടെ ഫോട്ടോസ് വെച്ച് കൊടുക്കാം. ഫോട്ടോസിൻ്റെ മെഷർമെൻറ്റ് 5.5 × 7.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള 4 ഫോട്ടോസ് നമുക്കിതിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പം ഫോട്ടോസ് വെച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ സ്ക്രാപ്പ് ബുക്ക് പേജസ് ലേഔട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്തു നോക്കുക. ഗിഫ്റ്റായിട്ടും കൊടുക്കാം. ഈ സൈഡിൽ ഫോട്ടോസ് വെച്ചിട്ട് ഇവിടെ മെസ്സേജസ് ഒക്കെ കൊടുക്കാം. ഇവിടെ മെസ്സേജസ് ഒക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ബർത്ത്ഡേ മെസ്സേജോ ആനിവേഴ്സറി മെസ്സേജോ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.